പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങിൽ വിശ്വസിക്കാൻ, അങ്ങിലുള്ള വിശ്വാസം വഴി മുന്നോട്ട് നീങ്ങാൻ, ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നീങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശലോം ടി വിയിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്കും ആവശ്യമായ ബോധ്യങ്ങൾ നൽകാൻ അങ്ങ് ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ച് അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ഈ ശുശ്രൂഷ അങ്ങ് ഏറ്റെടുക്കണമേ. ഓരോ ദിവസവും അങ്ങിലേക്ക് കൂടുതൽ അടുക്കാൻ ഈ ശുശ്രൂഷ വഴി അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സൗരങ്ങളെ, നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയുടെ നമ്മുടെ ഈ ഒരു ഈശോയിലുള്ള വിശ്വാസം വളരുന്ന ഈ ഒരു ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഈ സമയത്തിനെല്ലാം നമുക്ക് നന്ദി പറയാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. പരിശുദ്ധാത്മാവ് ആവശ്യമുള്ള സമയങ്ങളിൽ അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രചോദനമായിട്ട് മുന്നോട്ട് നയിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പരസ്പരം നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് ധൈര്യത്തോടെ നമ്മൾ മുമ്പോട്ട് പോവാണ്. ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ, ആ ഒരു തീമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാനും ആ പഠിച്ചെടുക്കുന്ന വഴി അറിവിനെ അതിശയിക്കുന്ന ഒരു ജ്ഞാനത്തിലൂടെ മുന്നോട്ട് നീങ്ങാനുമാണ് നമ്മൾ പരിശ്രമിക്കുക. ഈശോയിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ അതിനൊരർത്ഥമായിട്ട് നമ്മളിങ്ങനെ കണ്ടിരുന്നു, ഐ സറണ്ടർ. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ഈശോയിലേക്ക് എല്ലാം സമർപ്പിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി ആളുടെ ബുദ്ധിയും ചിന്തകളും ജീവിതവും മനസ്സും പൂർണ്ണമായിട്ട് ടോട്ടലി ഈശോയ്ക്ക് സറണ്ടർ ചെയ്യുന്നു. ഇങ്ങനൊരു ചിന്തയാണ് നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് സഭയിലുള്ള ബോധ്യങ്ങളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എഫേസോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളൊന്നും എടുക്കാം. ഒരു സറണ്ടറിങ് നടത്തുമ്പോൾ, ഞാൻ ദൈവത്തിൽ, പരിശുദ്ധ ത്രിത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൽ ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ സറണ്ടർ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്? ഓരോ വ്യക്തികളും പേഴ്സണലി ചിന്തിക്കേണ്ട ഒരു കാര്യം. എഫേസോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ്. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുന്നു. ഈ 3-ാമത്തെ അധ്യായത്തിൽ 14 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ത്രിത്വത്തിന്റെ ഈ നാമം എടുത്തുപയോഗിക്കുന്ന വചനങ്ങളിൽ ഒന്നാണ്, സ്പെഷ്യൽ വചനങ്ങളാണ്. അപ്പൊ അതിനകത്തെ ആദ്യ ഭാഗം ഇങ്ങനെ പറയാം: ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കും. മറ്റൊരു വാക്കി പറഞ്ഞാൽ, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 142-ാമത്തെ പാരഗ്രാഫ് അനുസരിച്ച് ഐ സറണ്ടർ, ഞാൻ സമർപ്പിക്കുന്നു, ഈസ് ഈക്വൽ ടു ഞാൻ വിശ്വസിക്കുന്നു, പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. അർത്ഥം പിടികിട്ടുന്നുണ്ടല്ലോ? പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ പിതാവിന്റെ മുമ്പിൽ ഞാൻ എല്ലാം കൊടുക്കുന്നു. അടുത്ത വചനം ശ്രദ്ധിക്കുക: അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് എൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും പൗലോസിലെ ഒരു പ്രാർത്ഥന പോലെ നടത്തുകയാണ്. പിതാവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്ന ഒരാൾ, പിതാവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന എന്താണ്? പരിശുദ്ധാത്മാവിലൂടെ അയാളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുകയാണ്. എൻ്റെ മനസ്സ് നൊന്തിരിക്കുന്നു, എൻ്റെ മനസ്സ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു, പക്ഷെ ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ എന്താ? എൻ്റെ മനസ്സ്, എൻ്റെ കൺഫ്യൂഷൻ, എൻ്റെ ടെൻഷൻ, ആകുലത എല്ലാം ഞാൻ ഈശോയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യാണ്. അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആത്മാവിലൂടെ എൻ്റെ ആന്തരിക മനുഷ്യൻ, ഞാൻ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച എൻ്റെ മനസ്സ്, എൻ്റെ മുറിവുകൾ, എൻ്റെ ആകുലതകൾ, എൻ്റെ വ്യാകുലതകൾ, എൻ്റെ അസ്വസ്ഥതകൾ, എൻ്റെ ഉറക്കമില്ലായ്മ എല്ലാം ഈശോ ഏറ്റെടുത്ത് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു. പിതാവിൽ സറണ്ടർ ചെയ്താൽ ആത്മാവിലൂടെ എൻ്റെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുന്നു എന്ന് വെച്ചാൽ ഫെയ്ത്തിന്റെ, വിശ്വാസത്തിന്റെ റിസൾട്ടാണ്. ഞാൻ ശക്തിപ്പെടുകയാണ്, തീർന്നില്ല. പിതാവിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന, സറണ്ടർ ചെയ്യുന്ന, പരിശുദ്ധാത്മാവിൽ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുന്ന ഒരാൾ കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അടുത്ത വചനം 17-ാമത്തെ വാക്യം: വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും. പൗലോസിലെ ഒരു പ്രാർത്ഥന പോലെ വരുമ്പോൾ അതൊരു ആഹ്വാനം പോലെ, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ നമ്മുടെ ഉള്ളിലോട്ട് വരണം. വിശ്വാസം വഴി ക്രിസ്തു എന്നിൽ എന്താ സംഭവിക്കുക? എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുവെച്ചാൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആരുടെ ഉള്ളിലാണ് വസിച്ചേ? ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ഓർക്കണം, പരിശുദ്ധ അമ്മയിൽ വചനം മാംസമായി ധരിച്ചു. എന്തുകൊണ്ടാണ്? മറിയം വിശ്വസിച്ചു, മറിയം ആമേൻ പറഞ്ഞു, ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചു. ഇതാ കർത്താവിന്റെ ദാസി. ശരിക്കും പറഞ്ഞാൽ പിതാവിന്റെ മുമ്പിൽ മുട്ടുമടക്കി, പിതാവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തു, പിതാവിനെ വിശ്വസിച്ചു. പരിശുദ്ധാത്മാവിലൂടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടു. ഒരു സാധാരണ പെൺകുട്ടി, ഒരു സാധാരണ സ്ത്രീ അന്നു മുതൽ ദൈവമാതാവായിട്ട് മാറുക.
ആന്തരിക മനുഷ്യൻ ഉള്ളിലുള്ള ദ റിയൽ കർത്താവ് വിളിച്ച ഒരു റിയാലിറ്റിയിലോട്ട് ആ ഒരു ഹയർ ലെവലിലോട്ട് കയറുകയാണ്. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുകയാണ്. ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കുകയാണ്. ക്രിസ്തു ഉള്ളിൽ വസിക്കുകയാണ്. ആരുടെ ഉള്ളിൽ? വിശ്വാസമുള്ള ഒരാളുണ്ട്. സോ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സറണ്ടർ ചെയ്യുന്നു. ആത്മാവ് എൻ്റെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു. ഈശോ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഈശോയിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഒരു വാസഗേഹമായിട്ട് നമ്മൾ മാറുക. മാമോദീസയിൽ അങ്ങനെയല്ലേ സംഭവിക്കുക? മാമോദീസയിൽ നമ്മളൊരു വിശ്വാസം ഏറ്റു പറയാണ്. സാത്താനെയും അവന്റെ ആഡംബരങ്ങളെയും ഞാൻ തള്ളിപ്പറയാം. യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഇതൊരു കുഞ്ഞിന് വേണ്ടി ഒരു ജ്ഞാനസ്നാന മാതാപിതാക്കൾ ഏറ്റു പറയുമ്പോൾ ആ കുഞ്ഞ് ആ സമയം മുതൽ മാമോദീസ തൈലം പൂശപ്പെടുന്നു, ജലത്താൽ മാമോദീസ മുക്കപ്പെടുന്നു. ഈ സമയം മുതൽ ഒരു പുതിയ വ്യക്തിയായി തീരുന്നു, പുതിയ വിശ്വാസിയായിട്ട് തീരുകയാണ്. ആ വിശ്വാസി എന്താ സംഭവിക്കുക? പിതാവിന്റെ കുഞ്ഞായി തീരുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വാസഗേഹമായി തീരുകയാണ്. മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിന്റെ ഭാഗമായി തീരുകയാണ്. ഒരു ന്യൂ പേഴ്സൺ ആയിട്ട് മാറുകയാണ്. എന്നുവെച്ചാൽ പരിശുദ്ധ ത്രിത്വം ഏറ്റെടുത്ത ഒരു ജീവിതമായിട്ട് മാറും. ആര്? ഒരു വിശ്വാസിയുടെ ജീവിതം. ഈശോടുള്ള സ്നേഹത്തിൽ വേരുപാകാൻ, അടിയുറയ്ക്കാണ്. സ്നേഹത്തിൽ, ഈശോടുള്ള സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ചാലുള്ള കാര്യം എന്താ? മറ്റെന്തെങ്കിലും വേരുപാകി അടിയുറച്ചാൽ നാളെ ഒരു കാറ്റടിക്കുന്നു, നാളെ ഒരു കോളടിക്കുന്നു, നമ്മൾ തകർന്നു വീഴും. രണ്ടു തരത്തിലുള്ള ഭവന നിർമ്മാണത്തെ കുറിച്ചൊക്കെ ഈശോ പറയുന്നില്ലേ? മണലിന്റെ മേലും പാറമേലും, രണ്ടിന്റെ മേലും എന്തായാലും ഈ സഹനങ്ങൾ ഉണ്ടായി. കാറ്റടിച്ചു, കോളടിച്ചു, രണ്ടിന്റെ മേലും. അത് ഉറപ്പാണ്. നമ്മൾ എപ്പോഴൊക്കെ ചിന്തിച്ച് പങ്കുവെച്ചതുപോലെ വിശ്വസിച്ചാലും ഇല്ലേലും സഹനങ്ങളോ ഓഫ് കോഴ്സ് വരും. പക്ഷെ ഈ പാറമേൽ പണിത, വിശ്വാസത്തെ പണിത, സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ച ഈ ഭവനം, ഈ വ്യക്തി, നിങ്ങൾ തകർന്നു പോവില്ല. കാരണം വേര് സ്ട്രോങ് ആണ്. വേരാഴത്തിലേക്ക് പതിഞ്ഞു. ആരിൽ? ഈശോയിൽ ഇങ്ങനെ അള്ളിപ്പിടിക്കുന്നൊരു വിശ്വാസം. അതുകൊണ്ട് യാക്കോബൊക്കെ, പഴയ നിയമത്തിലെ യാക്കോബ്, ആ ഒരു സംഭവമില്ലേ, യാബോക്ക് നദീതീരത്ത് വെച്ചുള്ള ആ ഒരു അള്ളിപ്പിടുത്തം, ഒരു എൻകൗണ്ടറിന്റെ സമയത്ത് പറയില്ലേ, കർത്താവ് ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. എൻ്റെ കാലിന്റെ സ്റ്റെപ്പ് തെറ്റിയാലും ആ ഉളുക്ക് ജീവിതാവസാനം വരെ നിന്നാലും ഞാൻ നിന്നെ തള്ളി പറയാൻ പോകുന്നില്ല, ഞാൻ നിന്നെ വിട്ടുപോകാനും പോകുന്നില്ല. മുറുകെ പിടിക്കുന്ന ഒരു വിശ്വാസം, വേരുപാകി അടിയുറയ്ക്കുന്ന ഒരു വിശ്വാസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു സ്നേഹത്തിൽ നമ്മൾ വേരുപാകി അടിയുറയ്ക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവില്ല എന്ന് മാത്രമല്ല, വിശുദ്ധരുടെ ഒരു കൂട്ടായ്മ നമ്മുടെ കൂടെ നിന്ന് എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ സാധിക്കും. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ ഗ്രഹിക്കും. അങ്ങനെ ദൈവത്തിന്റെ സമ്പൂർണതയാൽ നമ്മൾ പൂരിതരാകും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. വിശ്വസിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ്. ഇനി വിശ്വസിക്കുന്നില്ല, ഓരോ ചാഞ്ചാട്ടങ്ങൾ വരുമ്പോൾ, ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ ഇട്ടേച്ച് പോവാണ്. എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണെന്നറിയും? വിശ്വാസം തള്ളിപ്പറയുന്ന ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം ഇറക്കി വെക്കാൻ ഒരു സ്ഥലമില്ല. ഇതൊന്നും ഏറ്റെടുക്കാൻ ഒരാളില്ല. സ്വയം സഹിച്ച്, സ്വയം വേദനിച്ച്, നിരാശപ്പെട്ട് ഡിപ്രഷനിലേക്കൊക്കെ പോവാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു ട്രോമ, ഒരു ഫീലിങ്സ്, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ്, ഒരു അസ്വസ്ഥതകൾ, അരക്ഷിതാവസ്ഥകൾ, ഭയങ്ങളിലൂടെയൊക്കെ കടന്നു പോവാണെങ്കിൽ ഫസ്റ്റ് തിങ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ഈശോയിൽ വിശ്വസിക്കുക. ബാക്കി എന്തും ലോകം തരുന്ന ആശ്വാസങ്ങളൊക്കെ മാറും. നിങ്ങൾ ഇന്ന് എന്തവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈശോയുടെ മുമ്പിലേക്ക് ഒന്ന് സറണ്ടർ ചെയ്തേ, ഈ പിതാവിന്റെ മുമ്പിൽ ഒന്ന് സറണ്ടർ ചെയ്തേ. നിങ്ങൾ തളർന്നിരിക്കുന്ന നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ, നിങ്ങളുടെ ആ ഉള്ള് ശക്തിപ്പെടും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. ഈശോ നിങ്ങളിൽ വസിക്കും. ഈശോ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കും. നിങ്ങൾ ശക്തിപ്പെടും. ഒരു വിശുദ്ധരുടെ ഐക്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വേരുപാകി അടിയുറയ്ക്കും. പിന്നെ നാളെ എന്ത് ഡിപ്രഷൻ, എന്ത് ട്രോമ, എന്ത് കെട്ട കാലം, എന്ത് കഴിഞ്ഞ കാലത്തിന്റെ ചീഞ്ഞ ഓർമ്മകൾ എന്ത് വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും. സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ച, സ്നേഹത്തെ, അറിവിനെ അതിശയിക്കുന്ന ഒരു സ്നേഹം കൊണ്ട് നിങ്ങൾ നടന്നാൽ ഇതിന്റെ എല്ലാം ബേസ് എവിടാണ്? ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്ന ഈശോയെ, എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ച് നീ എന്നെ കൂടുതൽ വിശ്വസിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ ജീവിതം, ആത്മീയ ജീവിതം, ഭൗതിക ജീവിതത്തിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ചാലക ശക്തി, ഡ്രൈവിംഗ് ഫോഴ്സ് ഇതാണ് ഈശോയിലുള്ള വിശ്വാസം. ഹെബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്: നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടാം. നമ്മൾ ചിലപ്പോൾ അതൊരു നോർമൽ ലാംഗ്വേജിൽ വായിച്ചാൽ തന്നെ നമ്മുടെ ഒരു ലൈഫ് റിയാലിറ്റി ആയിട്ട്, ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ പിടികിട്ടില്ലേ? നമുക്ക് ഓടണം. ഈ ഓട്ടം ഓടിയേ തീരുള്ളൂ. ഈ ഭൂമിയിൽ നമ്മുടെ കാൽസ്പർശമേറ്റ സമയം മുതൽ, കുഞ്ഞിക്കരച്ചിൽ ഈ ഭൂമിയെ ഞെട്ടിച്ച സമയം മുതൽ ഒരു ഓട്ടം നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആരും ഓടണം? നമ്മൾ തന്നെ ഓടണം. പകരം അപ്പനോടോ, അമ്മയോടോ, ജീവിത പങ്കാളിയോടോ, മക്കളോടോ, കൂട്ടുകാരോടോ, ഗുരുക്കന്മാരോടോ ഇല്ല. നീ ഓടേണ്ട ഓട്ടം ഈ ട്രാക്ക് തെറ്റാതെ ഇടയ്ക്കൊന്ന് വീണാലും എഴുന്നേറ്റ് ഓടുക എന്നുള്ളത്, ഈ പാപവും ഭാരവും ഒക്കെ നീക്കിയിട്ട് ഓടുക എന്നുള്ളത് ഇറ്റ് ഈസ് എൻ്റെ ഡ്യൂട്ടിയാണ്, നിന്റെ ഡ്യൂട്ടിയാണ്. ഓടിയേ മതിയാവും. എന്താണ് അതിനുള്ള ചാലക ശക്തി, അല്ലെങ്കിൽ എന്താണ് ഡ്രൈവിംഗ് ഫോഴ്സ്, മോട്ടിവേറ്റിംഗ് ഫോഴ്സ്?
മുമ്പോട്ട് ഓടാൻ നിനക്ക് തോന്നാനൊരു കാരണം. നമുക്ക് ചിലപ്പോൾ ഈ ഓട്ടപ്പന്തയം, ഈ ജീവിതം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ ഒരു 100 കാരണങ്ങൾ ഉണ്ടാവും, ഒരു 100 എക്സ്ക്യൂസ് ഉണ്ടാവും. ചിലതൊക്കെ വാലിഡ് ആയിട്ട് വരെ കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം, അയ്യോ നീ എങ്ങനെ ജീവിച്ചിരിക്കുന്നു, എങ്ങനെ നീ പിടിച്ചു നിൽക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. 100 കാരണങ്ങളാണ് നമുക്ക് ഈ ഓട്ടം അവസാനിപ്പിക്കാൻ. 100 കാരണങ്ങളാണ് ഈ ബാറ്റൺ കയ്യിൽ നിന്ന് വഴുതി പോകാൻ വേണ്ടിയിട്ട്. കാരണം മുമ്പിൽ ഓടുമ്പോൾ ഈ ബാറ്റൺ മേടിക്കാൻ പോലും ഒരാളില്ല. ഒരു റിലേ റേസ് അല്ല, ഇതൊരു സിംഗിൾ വുമൺ ജേണിയാണ്. ചിലപ്പോൾ ഏറ്റവും അടുത്ത് ഉള്ളവർ പോലും തൽക്കാലത്തേക്ക് പോലും ഈ ബാറ്റൺ മേടിച്ചിട്ട് ഞാൻ കുറച്ച് ദൂരം ഓടാന്ന് പറയാൻ നമുക്കാരും ഉണ്ടാവും. ഈ ഓട്ടം നീ ഓടി തീർത്തേ മതിയോ. പൗലോസ്ലീഹയൊക്കെ അതൊക്കെയല്ലേ ഒടുക്കത്തിൽ ഇങ്ങനെ വലിയ ഒരു ആനന്ദത്തോടെ പറയുന്നത്, എനിക്ക് വേണ്ടി നിശ്ചയിച്ച ഓട്ടപ്പന്തയം ഞാൻ പൂർത്തിയാക്കി, നല്ലപോലെ ഞാൻ ഓടി, എനിക്കിനി ഒരു സമ്മാനമൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ പൗലോസ്ലീഹയെ പോലെയൊക്കെ പറയാൻ പറ്റണ്ടേ? പൗലോസ്ലീഹയൊക്കെ ഓട്ടം പൂർത്തിയാക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ഓടുന്ന അതേ ട്രാക്കിൽ കൂടെയാണ് പൗലോസ്ലീഹ നമുക്ക് മുമ്പേ ഓടിയത്. വിഷമങ്ങളുണ്ടായി, തെറ്റിദ്ധാരണകളുണ്ടായി, ഒറ്റുകൊടുക്കലുകളുണ്ടായി, കാരാഗ്രഹം, ചങ്ങല, 40 കുറവ്, അടി, കപ്പൽ ഛേദം, കയ്യിൽ പാമ്പ് ചുറ്റുന്നു. നമ്മളിതൊക്കെ വായിച്ചിട്ടില്ലേ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ? ഇഷ്ടം പോലെ കാരാഗ്രഹവും ചങ്ങലയൊക്കെയാണ് എനിക്ക് വേണ്ടി ജെറുസലേമിൽ കാത്തിരിക്കുന്നതെന്നൊക്കെ മുൻകൂട്ടി തന്നെ പൗലോസ്ലീഹ പറയുന്നുണ്ട്. എന്നിട്ടും ഈശോയുടെ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച്, ഈശോയുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഓട്ടം ഓടി. എന്നിട്ട് അവസാനമൊക്കെ പറയാൻ പറ്റുന്നത്, ഞാൻ നന്നായിട്ട് ഓടിയെന്ന്. നമുക്കിപ്പോൾ ഒരു ലൈഫ് സിറ്റുവേഷൻ്റെ ഒരു ബ്രേക്കിൽ നിൽക്കുകയായിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത്, അടുത്തൊരു തീരുമാനം എന്ത് അറിയില്ല. ഒരു കുഴിയിൽ നിൽക്കുകയായിരിക്കും. ഇതിൽ നിന്ന് കയറി വരണം, അടുത്തൊരു തീരുമാനം എടുക്കണം. നിന്നുപോയൊരു സംഭവത്തെ ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണമായിരിക്കും, ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു കാര്യം തുടങ്ങണമായിരിക്കും. നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു കാര്യമാണ് ഈശോയിലുള്ള വിശ്വാസം. നമ്മളിലുള്ള ആത്മവിശ്വാസം പോലും അല്ല, നമ്മളിലുള്ള ആത്മവിശ്വാസം കൊണ്ട് ചെയ്ത ചില കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു ഇരുട്ടിൽ ചിലപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഇത് കേൾക്കുന്നുണ്ടാവും. നിന്റെ ബുദ്ധിശക്തി, നിന്റെ പ്ലാനുകൾ, പദ്ധതികൾ, ഓർഗനൈസിങ് കപ്പാസിറ്റി, ആത്മവിശ്വാസം എല്ലാം നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന നീ ചിലപ്പോൾ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പരാജയപ്പെട്ടിരിക്കുകയായിരിക്കും. സാധാരണമാണ്, തോറ്റുപോയേക്കാം, ആരും തോറ്റു. പക്ഷെ കയറി വരാൻ, ഇത് നിർത്താതെ ഈ ഓട്ടപ്പന്ത് ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിനക്കുള്ള ഏറ്റവും പ്രചോദനം ഈശോയാണ്. ഈശോ തന്നെയാണ്, ഈശോയുള്ള വിശ്വാസമാണ്. 12-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ് നമ്മുടെ ആ ഡ്രൈവിംഗ് ഫോഴ്സ്. വാക്യം ഇങ്ങനെയാണ്: നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. വേറെ ആരുമല്ല, നമ്മുടെ മുമ്പേ പോയി ഓടിയ അപ്പനോ അമ്മയോ, നമ്മുടെ മുമ്പേ വിശ്വാസത്തിന്റെ തിരിതെളിച്ച് തന്നവരെ കണ്ടിട്ടൊന്നുമല്ല. കാരണം അവരവരുടെ ഓട്ടം ഓടിയത്, അവരവരുടെ ട്രാക്കിലാണ് ഓടിയത്. നിന്റെ ട്രാക്കിൽ നീ തന്നെ ഓടിയാൽ മതിയാവും. ഇവിടെ നീ തന്നെ എഴുന്നേറ്റേ മതിയാവും. ഈശോയിലുള്ള വിശ്വാസം, ഈശോ മുമ്പിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നീ ഓടണം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. ആ വാക്യത്തിന്റെ തുടർച്ച ഇങ്ങനെയാണ്: അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. എന്നുവെച്ചാൽ സഹനങ്ങളൊന്നും ഇല്ലാതിരുന്നല്ല, ഈശോയെ തന്നെ വചനം ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് കാണിക്കുക. ഇട്ടേച്ച് പോവാം, കുരിശുകൾ ഉപേക്ഷിക്കാം, കളിയാക്കലുകൾക്ക് തിരിച്ച് മറുപടി കൊടുക്കാം, ഈ അവമാനം വേണ്ടാന്ന് വെക്കാം, തിരിച്ച് തൻ്റെ സ്വർഗീയ സിംഹാസനത്തിലേക്ക് ചുമ്മാ പോകാം. പക്ഷെ അവൻ ആ കുരിശ് ഏറ്റെടുത്തു. നമുക്ക് വേണ്ടി കൂടി ഈശോ കുറേ ദൂരം ഓടി. അതുകൊണ്ടാണ് ലേഖനകർത്താവ് നമുക്ക് ഏറ്റവും നല്ല പ്രചോദന ശക്തി തരിക. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കാൻ പറ്റുന്നവനുമായ ഈശോയെ കണ്ടുകൊണ്ട് വേണം ഓടാൻ. നിനക്ക് കുറവുണ്ട്, എനിക്ക് കുറവുണ്ട്. വിശ്വാസത്തിന്റെ മേഖല മാത്രമല്ല, നമുക്ക് ധൈര്യക്കുറവുണ്ട്, നമുക്ക് പേടികളുണ്ട്, നമുക്ക് പാപങ്ങളുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ഒന്നും നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ടാവില്ല. സഹായിക്കാൻ ഒരു ഉന്തോ ഒരു തള്ളോ ഒരു കുഞ്ഞു പുഷ് തരാൻ പോലും, ഒന്ന് താങ്ങാൻ പോലും ഒരാളുണ്ടാവില്ല. അപ്പോൾ പറയുക, ഈശോ അവിടെ തന്നെ ഉണ്ട്. ഈശോയെ നോക്കിക്കൊണ്ട് മാത്രം ഓടിക്കൊള്ളുക. കാരണം ഇത് പൂർണ്ണതയിൽ എത്തിക്കാൻ ആർക്കേ പറ്റും? ഈശോയ്ക്ക്. നമ്മൾ തന്നെ ഓടിയാൽ പോലും പെർഫെക്റ്റ് ആവില്ലായിരിക്കാം. കാരണം നമ്മുടെ കുറവുകൾ ഇങ്ങനെ മുളച്ച് നിൽക്കുകയാണ്, എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമ്മുടെ കുറവുകൾ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അതിനെ പൂർണ്ണതയിൽ എത്തിക്കും ആര്? നീ ഓടാൻ തയ്യാറായാൽ ഇത് പെർഫെക്റ്റ് ആക്കി ഈശോ മാറ്റും. ഇതതിന്റെ പൂർണ്ണതയിൽ എത്തിക്കും. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആരെ നോക്കണം? ഈശോയെ തന്നെ നോക്കണം. എന്ത് സാഹചര്യത്തിലും ഈ ഓട്ടപ്പന്തയം എത്ര റൗണ്ട് നിങ്ങൾ ഓടേണ്ടി വന്നാലും, ഇത് 100 മീറ്റർ ആവട്ടെ, 200 മീറ്റർ ആവട്ടെ, 400 മീറ്റർ ആവട്ടെ, ഒരു ക്രോസ് കൺട്രി ആവട്ടെ, യു ഹാവ് ടു റൺ ദ റേസ്. ഇടയ്ക്ക് വെച്ച് നിർത്താൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഇത് ഓടിക്കൊണ്ടിരിക്കണം. കൂടെ നിന്നവർ ചിലപ്പോൾ തളരുമായിരിക്കും, പുറത്ത് നിൽക്കുന്നവർ ചിലപ്പം പ്രോത്സാഹിപ്പിക്കും, ചിലപ്പോൾ കളിയാക്കും, ചിലപ്പോൾ നിന്നെ കൊണ്ട് ഇത് തീർക്കാൻ പറ്റത്തില്ലെന്ന് ചിലപ്പോൾ നിന്റെ മനസ്സ് തന്നെ, നിന്റെ കാലുകൾക്ക് വേഗത, ശരീരത്തിന് ആരോഗ്യം ഒക്കെ ഉണ്ടെങ്കിലും മനസ്സ് നിന്നോട് പറയുന്നുണ്ടോ നിന്നെ കൊണ്ട് പറ്റില്ലെന്ന്. ആത്മവിശ്വാസത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കുത്തി നമ്മൾ കേട്ടോണ്ടിരിക്കും. പുസ്തകങ്ങൾ വായിച്ച് അവസാനം ഈ പുസ്തകം കീറിക്കളയാൻ വേണ്ടി തോന്നുന്നുണ്ടാവും. ഒന്നും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല പ്രിയപ്പെട്ട സോറി. ഒരു മോട്ടിവേഷണൽ സ്പീക്കറോ
ഒരു മോട്ടിവേറ്റിംഗ് പുസ്തകം ഒന്നും അല്ല നമുക്ക് ഗൈഡിങ് ഫോഴ്സ്, ഒന്നുമല്ല നമ്മുടെ ചാലകശക്തി. കാരണം ഇവരാരും നമ്മളോടുന്ന ഓട്ടം ഓടിയിട്ടില്ല. നമ്മളോടേണ്ട ഓട്ടമല്ല അവരുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈശോയെ മാത്രം നോക്കുക. കാരണം അവൻ നമുക്ക് മുമ്പേ ഓടിയിട്ടുണ്ട്. നമ്മൾ മുട്ടിടിച്ച് വീഴേണ്ട വഴികളിലെല്ലാം നമ്മൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ഈശോ മുമ്പേ പോയി മുട്ടിടിച്ച് വീണു. നമുക്ക് താങ്ങാൻ പറ്റാത്ത കുരിശിന്റെ ഭാരമൊക്കെ ഉണ്ടെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ കുരിശിന്റെ ഒരറ്റത്ത് ഈശോ പിടിച്ച് മറ്റേ അറ്റം മാത്രമേ നമ്മുടെ കയ്യിലിട്ട് തന്നുള്ളൂ. നമ്മൾ കളിയാക്കപ്പെടുമ്പോൾ, നമ്മൾ ചെയ്യാത്ത കുറ്റം നമ്മുടെ മേൽ ആരോഗ്യപ്പെടുമ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഈ കുറ്റാരോപണങ്ങളും കളിയാക്കലുകളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മരണം സ്വയം സ്വീകരിച്ച് കുരിശിന്റെ മുകളിൽ വിജയശ്രീലാളിതനായിട്ട് കർത്താവ് നിൽപ്പുണ്ട്. നിന്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോഴും ഉത്തരമായിട്ട് കുരിശിൽ നെളുകയും കുറുകയും ഒരു ഉത്തരമായിട്ട് നീണ്ട ഒരു മുറിവായിട്ട് ഈശോ കിടപ്പുണ്ട്. എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞ് വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഇരുട്ടിന്റെ കല്ലറകളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഈ കല്ലറയെ ഭേദിച്ച് ഈ ഇരുട്ടിനെ മാറ്റിക്കളഞ്ഞ് ഒരിക്കലും ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു പ്രകാശം സൃഷ്ടിച്ചുകൊണ്ട് ഈശോ 3-ാം നാൾ ഉയർത്തെഴുന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിന്റെ ബേസ് കാര്യങ്ങളായതൊക്കെ. അതുകൊണ്ട് വേറെ ആരെയും നമുക്ക് നോക്കേണ്ടതില്ല, ഒരാളെയും നോക്കേണ്ടതില്ല. ഇന്ന് വെളിച്ചം തരുന്നവർ നാളെ ചിലപ്പോൾ ഫ്യൂസ് ആവും. ഇന്ന് ഇത്രയും നേരം വെട്ടമായിട്ട് നിന്നവർ നാളെ ചിലപ്പോൾ ഒരു കരിന്തിരിയായിട്ട് കത്തും. പക്ഷെ അപ്പോഴും നീതി സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്. എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശം ഭൂമിയിലേക്ക് വരാനിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ പ്രകാശത്തെ മാറ്റാനോ അതിനെ മറച്ചു പിടിക്കാനോ ഒരു ഇരുളിനും കഴിഞ്ഞില്ല. അന്ധകാരത്തെ തൊപ്പിച്ചോടിക്കുന്ന ഈശോയുടെ പ്രകാശം. സോ ലുക്ക് അറ്റ് ഹിം. ഈശോയെ നോക്ക്, മറ്റാരെയും നോക്കേണ്ടതില്ല. ഈശോയെ നോക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവോടൊക്കെ നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സമയങ്ങളിൽ പരിശുദ്ധാത്മാവെ ഈശോയെ നോക്കാൻ എന്നെ സഹായിക്കണമേ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, കാറ്റഗിസത്തിൽ 147 ഖണ്ഡികയിൽ CCC 147 അതിലിങ്ങനെ ഈ പഴയ നിയമത്തിലെ കുറച്ച് വ്യക്തികളെയൊക്കെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഈ ഹെബ്രായർ 11 കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് പറയുന്നുണ്ട്. ദൈവികമായ അംഗീകാരം ലഭിച്ച പഴയ നിയമത്തിലെ പൂർവികരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ദൈവം നമുക്കായി കൂടുതൽ ശ്രേഷ്ഠമായത് കരുതിയിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കാനുള്ള വരം. അപ്പൊ നമ്മളിപ്പോ കണ്ടു, ഈ വചനങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, ആരെ നോക്കിയിട്ട് ഓടണം? ഈശോയെ നോക്കിയിട്ട് ഓടണം. നമ്മുടെ കുടുംബവും നമ്മുടെ ജോലിയും പഠനവും ശുശ്രൂഷകളും എല്ലാം ഈശോയെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഓട്ടം ഓടാൻ. അങ്ങനെ ഓടാൻ സാധിക്കണമെങ്കിൽ, ഈശോയെ അങ്ങനെ നോക്കണമെങ്കിൽ അതൊരു വരമാണ്. ഇറ്റ്സ് എ ഗ്രേസ് എന്നാണ് നമ്മൾ പഠിക്കുക. ശ്രദ്ധിച്ചൊന്ന് കേട്ടെ, നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിനുമായ ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കാനൊരു വരം. സോ ഈശോ നമ്മുടെ മുമ്പിൽ ഈ പ്രതിസന്ധിയിൽ, ഈ ഓട്ടപ്പന്തയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഈശോയെ നോക്കാൻ, ഈശോയെ വിശ്വസിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു ഗ്രേസ് വേണം, ഒരു അനോയിന്റിങ്, ഒരു അഭിഷേകം, ഒരു വരം വേണം. അവിടെയാണ് നമ്മൾ വീണ്ടും പരിശുദ്ധാത്മാവിലേക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഈശോയിൽ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ കണ്ടില്ലേ, പത്രോസ്ലിഹായൊക്കെ പ്രസംഗം ആരംഭിച്ചത് ഈശോ ദൈവത്താണെന്ന് പ്രഘോഷിക്കാൻ തുടങ്ങിയത് ആരിൽ നിന്ന് ശക്തി സ്വീകരിച്ചിട്ടാ? ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നിട്ടാണ് അവർ ചെയ്തത്. സ്റ്റീഫനെ കുറിച്ച് നമ്മളിങ്ങനെ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിരുന്നു. ചെറിയ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടും അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവും ജ്ഞാനവും നിറഞ്ഞു നിന്നുകൊണ്ടാണ് സ്റ്റീഫൻ അത് ചെയ്യാൻ പറ്റിയത്. ആ കുഞ്ഞു കാര്യം നന്നായിട്ട് ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ, ആ ഒരു ചെറുപ്പക്കാരനെ അടുത്തൊരു ലെവലിലേക്ക്, ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെ അടുത്തൊരു ലെവലിലേക്ക് ഉയർത്തുകയാണ്. അവിടെ നിന്ന് കുഞ്ഞ് ആരും ശ്രദ്ധിക്കാത്ത ഒരു ശുശ്രൂഷ ചെയ്ത ഒരാളെ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് ആ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കുകയാണ്. അവന്റെ മുമ്പിൽ തർക്കത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നാ വായിക്കുക. അപ്പസ്തോല പ്രവർത്തനത്തില് 6-ാമത്തെ അധ്യായത്തിലല്ലേ നമ്മളിത് കാണുക. 6-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം: സ്റ്റെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. എങ്ങനെ പ്രവർത്തിച്ചു? വചനം ശ്രദ്ധിച്ചു നോക്കണം. സ്റ്റെഫാനോസ് കൃപാവരവും ശക്തിയും, ശക്തി തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. കൃപ വരങ്ങൾ തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഏത് വരം? പർട്ടിക്കുലർലി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാറ്റഗിസം 147 147 നമ്മൾ വായിക്കുന്നത് ഈശോയിൽ വിശ്വസിക്കാൻ, ഈശോയെ നോക്കാനുള്ള വരം. മറ്റൊന്നിലേക്ക് നോക്കാനല്ല. ആരെ നോക്കാൻ? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ എൻ്റെ ഈശോയെ തന്നെ ഞാൻ നോക്കാനുള്ള വരം, ശക്തി ആര് തരുന്നു? പരിശുദ്ധാത്മാവ് തരുന്നു. സ്റ്റെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. പിന്നെയും പ്രതിസന്ധികളുണ്ടായി. ആ ടേബിളിന്റെ അടുത്ത് നിന്നാൽ, പാത്രം കഴുകി കൊടുത്താൽ, ഭക്ഷണം വിളമ്പി കൊടുത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ലായിരുന്നു. ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാൻ തുടങ്ങി. ശക്തിയോടൊപ്പം തന്നെ പരീക്ഷണങ്ങളും വന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? 10-ാമത്തെ വാക്യം 6:10: എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല.
അവൻ്റെ ഉള്ളിൽ കിട്ടിയൊരു കൃപയുണ്ടായിരുന്നു, ഒരു വരം ഉണ്ടായിരുന്നു, ഗ്രേസ് ഉണ്ടായിരുന്നു. പിന്നീട് രക്തസാക്ഷിയാക്കി മാറ്റുന്ന ഒരു പവർ, ഒരു ധൈര്യം ഉണ്ടാകും. അതിനോട് എതിർത്ത് നിൽക്കാൻ ശത്രുക്കൾക്ക് പറ്റിയില്ലെന്നാണ്. 7-ാമത്തെ അധ്യായം പിന്നീട് സമയം പോലെയൊക്കെ വായിക്കുന്ന സ്റ്റെഫാനോസിന്റെ പ്രസംഗം, ബ്യൂട്ടിഫുൾ ആയ പ്രസംഗം. നമ്മൾ ബൈബിളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പിൽ ഒരു വലിയ ചലഞ്ചായിട്ട് നിൽക്കുകയാണ് സ്റ്റീഫൻ. ഈ സ്റ്റീഫൻ ജ്ഞാനവും അറിവും ദൈവിക വരങ്ങളും ശക്തിയും കൊണ്ട് മാത്രമല്ല നിറഞ്ഞത്, വചനം കൊണ്ട് നിറഞ്ഞൊരു വ്യക്തിയാണ്. 7-ാമത്തെ അധ്യായത്തിൽ ഈ സ്റ്റീഫന്റെ പ്രസംഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ലിറ്ററലി വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അത് കേൾക്കണം. സ്റ്റീഫൻ ശരിക്കും പറഞ്ഞാൽ പഴയ നിയമം മുഴുവനും കൂടെ ഒറ്റ അധ്യായത്തിൽ പറയാം. വിശുദ്ധ സ്റ്റെഫാനോസിനെ കുറിച്ച് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന കാര്യങ്ങളൊന്നും ഇതാണ്. ബൈബിള് മുഴുവനും നന്നായിട്ട് അറിയാം. നമ്മുടെ മുമ്പിൽ അസൂയാവഹമായ രീതിയിൽ ഒരു പ്രസംഗം നടത്തുകയാണ് സ്റ്റീഫൻ. ഈശോയെ നോക്കാൻ വേണ്ടിയിട്ട്, ഈശോയിലേക്ക് മറ്റുള്ളവർ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റീഫൻ ഇങ്ങനെ പ്രസംഗിച്ച് ഈശോയിലേക്ക് ഇങ്ങനെ എത്തിക്കുകയാണ്. ആ പ്രസംഗം എനിക്ക് തോന്നുന്നത് നമ്മൾ വായിച്ചു പോകുമ്പോൾ ചിലപ്പം അബ്രപ്റ്റ് എൻഡിങ് ആണ്, പെട്ടെന്ന് എൻഡ് ചെയ്യുന്ന പോലെ തോന്നും. കാരണം വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ്. സ്റ്റീഫനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ വരികയാണ്. ഈ വിശ്വാസത്തോടെ പ്രഘോഷിച്ച സ്റ്റീഫന്റെ മുമ്പിൽ ആ പ്രഘോഷിക്കുന്ന വിശ്വാസം, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോടാ എന്ന് ചോദിക്കുന്ന തരത്തിൽ ഒരു പരീക്ഷണം വരികയാണ്. സ്റ്റീഫനെ കൊല്ലാൻ വേണ്ടി ഒരു പ്ലാൻ ഇടുകയാണ്. 7-ാമത്തെ അധ്യായം 54-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഈശോ നിൽക്കുന്നതും കണ്ടു. ശത്രുക്കൾ ഇങ്ങനെ അവനെ നോക്കുമ്പോൾ അവന്റെ മുഖം ദൈവദൂതനെ പോലെ പ്രകാശിച്ചു എന്നൊക്കെ നമ്മൾ അതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. ഈ സ്റ്റീഫൻ ഈശോയെ നോക്കി ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ കണ്ടു എന്നൊക്കെ ഉള്ളതും നമ്മൾ വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. ഈ ഭാഗം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. 7:54 അവർ അവന് നേരെ കോപാക്രാന്തരായി ദേഷ്യപ്പെട്ട് അവന് നേരെ പല്ല് കടിച്ചു. സ്റ്റീഫൻ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഈശോയെ നോക്കി, ഈശോയെ കണ്ടു. നമ്മുടെ വിശ്വാസം എന്താണെന്നാ പറഞ്ഞേ? ഈശോയെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ പ്രതിസന്ധിയിൽ, ഈ ഓട്ടപ്പന്തയത്തിൽ തളരുമ്പോൾ, നമ്മൾ ഓടുന്ന വഴികളിൽ ആണികളും കുപ്പിച്ചില്ലുകളും കല്ലേറുകളും ഒക്കെ വന്ന് വീഴുമ്പോൾ ആ കല്ലേറുകളിലേക്കോ കുപ്പിച്ചില്ലുകളിലേക്കോ എറിയുന്ന ആളുകളിലേക്കോ നോക്കാതെ നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നതുമായ ഈശോയെ നോക്കി ഓടുന്ന ഒരു ജീവിതത്തിന്റെ പേരാണ് വിശ്വാസ ജീവിതം. സ്റ്റീഫൻ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാം. കാറ്റഗിസം 147 നമ്മളോട് പറഞ്ഞു, അങ്ങനെ ഈശോയെ നോക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രേസ് വേണം, ഒരു വരം വേണം. നമ്മൾ ഈ വായനകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നു, ആ വരം തരുന്ന ആരാണ്? ആ ശക്തിയും ജ്ഞാനവും കൃപയും തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്ത സ്റ്റീഫൻ വചനപ്രഘോഷത്തിന് ശേഷം അയാളുടെ മുമ്പിലേക്ക് ഒരു പ്രതിസന്ധി വരികയാണ്. സ്വന്തം ചോര ഇറ്റിട്ട് വീഴുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധി. അവന് നേരെ പല്ലിറുമി. എന്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈശോയുടെ കുഞ്ഞിനെ ഈ ഓട്ടം ഇവിടെ വെച്ച് നിർത്താൻ വേണ്ടി 100 കാരണങ്ങൾ ഉണ്ടാകാം. മുമ്പോട്ട് ഓടാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഈശോ മുമ്പിൽ ഉണ്ടെന്നുള്ളത്. ഇപ്പോ 100 പേര് നിനക്കെതിരെ നിന്ന് പല്ലിറുമ്പുമ്പോൾ, ഒരു 50 പേര് നിന്റെ നാശം ആഗ്രഹിക്കുന്നു, ഒരു 10 പേര് നിന്റെ ചുറ്റും നിന്ന് കുഴി വെട്ടുമ്പോൾ, നീ ഒത്തിരി അധികം വിശ്വസിച്ച ഒരാൾ നിന്നെ തള്ളി ആ കുഴിയിലോട്ട് ഇടുമ്പോൾ, ഈ കുഴിയിലേക്കോ തള്ളുന്ന ഒരാളിലേക്കോ കുഴി വെട്ടുന്ന 10 പേരിലേക്കോ നാശം ആഗ്രഹിക്കുന്ന 50 പേരിലേക്കോ ശപിക്കുന്ന 100 പേരിലേക്കോ അല്ല നോക്കേണ്ടത്, ഈശോയെ തന്നെ നോക്കുക. അങ്ങനെ നോക്കണമെങ്കിൽ പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ കുഞ്ഞു ജീവിതമല്ലേ മക്കളെ നമ്മുടേത്. നമുക്ക് സ്ട്രഗിൾസ് വരില്ലേ? നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ ഹോസ്റ്റലുകളിൽ, നമ്മുടെ വീട്ടിൽ വരില്ലേ സ്ട്രഗിൾസ്? നമ്മൾ ഒരു പ്ലേ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ വരില്ലേ സ്ട്രഗിൾസ്? നിങ്ങൾ ചുമ്മാ വിനോദത്തിന് വേണ്ടി പോകുന്ന ഇടങ്ങളിൽ വരില്ലേ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ വരില്ലേ പരീക്ഷണങ്ങൾ? അതില്ലാത്തൊരു ജീവിതമില്ല. അവസാനത്തെ ഒരു മൺതരി, ഒരു കുന്തിരിക്കം നിങ്ങളുടെ മേലേക്ക് പ്രാർത്ഥിച്ചിടുന്ന ഒരു സമയം വരെ എൻ്റെ മേലും നിങ്ങളുടെ മേലും ഒക്കെ സഹനങ്ങൾ വരില്ലേ? അതിനിടയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ നേരമില്ല. ആരാ പല്ലിറുന്നേ? ആരാ തുറിച്ചു നോക്കുന്നേ? ആരാ ചീത്ത പറയുന്നേ? ആരാ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നേ? വി ഡോണ്ട് ഹാവ് ടൈം. നമുക്കിതിനൊന്നും സമയമില്ല. കാരണം നമുക്കൊരു ഓട്ടപ്പന്തയം ഓടി തീർക്കാനുണ്ട്. ഈശോയോട് ഇന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവോട് ഇന്ന് പ്രാർത്ഥിക്കുക, ഈ വരം എനിക്ക് തരണേ. സ്റ്റീഫന് കൊടുത്തതുപോലെ, വിശുദ്ധ സ്റ്റീഫന് കൊടുത്ത പോലെ ഒരു വരം. ആ വരം കിട്ടിയാൽ നീ പിന്നെ ഈ പ്രതിസന്ധികളിലേക്കോ പ്രതിസന്ധി സമ്മാനിച്ചവരിലേക്കോ അല്ല നോക്കുന്നത്. ഈ പ്രതിസന്ധി അതിജീവിച്ച് ഈ ഓട്ടപ്പന്തയം പൂർത്തിയാക്കാൻ നിന്റെ മുമ്പേ ഓടുന്ന, നിന്റെ പരിപൂർണതയിൽ എത്തിക്കുന്ന വിശ്വാസത്തിന്റെ നാഥനെ, ഈശോയെ മാത്രമേ നീ നോക്കൂ. നമുക്കിനി നോക്കിയിരിക്കാൻ പറ്റില്ല. നമുക്ക് ഈശോയെ നോക്കാം. ഈശോയെ നോക്കുന്നവൻ പ്രകാശിതരാകും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അവരിനിമേൽ അന്ധകാരത്തിൽ നടക്കില്ല. വചനത്തിന്റെ ഒരു പ്രോമിസാണത്. സോ ഈ ഇരുട്ട് വരുമ്പോൾ, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, വിശ്വാസം ഇത്രയൊക്കെ മതിയെന്നൊക്കെ തോന്നിപ്പോകുമ്പോൾ, വിശ്വാസം വേണ്ടാന്ന് പോലും തോന്നിപ്പോകുമ്പോൾ, നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ബിലീവ്, ലുക്ക് അറ്റ് ഹിം. ഈശോയെ നോക്കുക, സറണ്ടർ ചെയ്യുക, യാത്ര തുടരുക, സ്നേഹത്തിൽ വേര് പാകി അടിയുറച്ച്
ആ സ്നേഹത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് വിശുദ്ധരുടെ ഐക്യത്തിൽ കൂട്ടായ്മയിൽ നമുക്കുള്ള പാപവും ഭാരവും എല്ലാം ഒഴിവാക്കി നമ്മുടെ ഓട്ടപ്പന്തയം നമുക്ക് പൂർത്തിയാക്കാം. അതിനുള്ള സഹായം കർത്താവ് നമുക്ക് തരും. വരം പരിശുദ്ധാത്മാവ് തരും. വിശ്വാസത്തിൽ അടിയുറച്ച് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് നീങ്ങാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ എല്ലാ സ്നേഹവും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.